നിരവധി വാർത്തകളിലെ താരമായ കൊച്ചി ഇ.ഡി. ഓഫീസ് ഇനി പുതിയ കെട്ടിടത്തിൽ. കടവന്ത്ര മെട്രോ സ്റ്റേഷന് സമീപം 17,000 ചതുരശ്ര അടിയിൽ 4 നിലകളിലായിട്ടാണ് പുതിയ ഓഫീസ് സമുച്ചയം. നയതന്ത്ര സ്വർണ്ണക്കടത്തും കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പും ഉൾപ്പെടെ നിരവധി പ്രധാന വാർത്തകളിലൂടെ നിരന്തരം പ്രേക്ഷകരിലേക്കെത്തിയ ഇ.ഡിയുടെ കൊച്ചി മേഖലാ ഓഫീസ് പ്രവർത്തനയിടം മാറ്റി. ഇനി പുതിയ ഇ.ഡി വാർത്താ ദൃശ്യങ്ങളിൽ പഴയ ഈ ഓഫീസ് കാണാനാവില്ല. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന് സമീപമുള്ള പഴയ ഓഫീസിൽ നിന്ന് കടവന്ത്ര മെട്രോ സ്റ്റേഷനടുത്തേക്കാണ് ഇ.ഡി ഓഫീസിന് സ്ഥാനചലനം. പുതിയ കെട്ടിടം പഴയതിനേക്കാൾ വിശാലമാണ്. 17,000 ചതുരശ്ര അടിയിലുള്ള 4 നിലയിലുള്ള പുതിയ ഓഫീസ് സമുച്ചയത്തിൽ CISF ഭടന്മാർക്കുൾപ്പെടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന 3 നില ഓഫീസിൽ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഉൾക്കൊള്ളുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. ഇ.ഡി ദക്ഷിണ മേഖലാ സ്പെഷ്യൽ ഡയറക്ടർ പ്രശാന്ത് കുമാർ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. പഴയ ഓഫീസിൽ നിന്ന് ഒരു മാസമെടുത്തായിരിക്കും പൂർണ്ണമായും ഇങ്ങോട്ടേക്ക് മാറുക. ഇ.ഡി കൊച്ചി മേഖലാ ഓഫീസിന് എറണാകുളം സൗത്തിൽ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇവിടെ പുതിയ കെട്ടിടം നിർമ്മിച്ച് മാറുന്നതുവരെയായിരിക്കും കടവന്ത്രയിലെ ഓഫീസ് പ്രവർത്തിക്കുക. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ വാർത്താസമ്മേളനങ്ങളോ മറ്റ് മാധ്യമ ഇടപെടലുകളോ പൊതുവെ നടത്താത്തതുമൂലം ഇ.ഡി വാർത്തകളിൽ സാധാരണ നിറഞ്ഞു നിൽക്കുന്നത് ഓഫീസ് കെട്ടിടങ്ങളാണ്. അമൃത ന്യൂസ്, കൊച്ചി.